നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, പറയണമെന്ന് ആലോചിച്ചിട്ട് പലപ്പോഴും വേണ്ട എന്ന് വെക്കുന്ന ഒരു കാര്യമാട്ടോ. താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാകും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര മടി, ഒരു നെഗറ്റീവ് എന്നിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്നെ കാണിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണത്തിന് മുമ്പ് നമ്മളെ അങ്ങനെ താങ്ങാനൊന്നും ആളില്ല. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. കാരണം എൻ്റെ അമ്മയ്ക്ക് വയ്യാത്ത ഒരു അമ്മയായിരുന്നു. അതുകൊണ്ട് നമ്മളെ അങ്ങനെയൊന്നും താങ്ങിക്കൊണ്ട് നടക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടും ഒക്കെയാണ് നമ്മൾ വളർന്നു വന്നത്. കാര്യം പറഞ്ഞ ഇഷ്ടം പോലെ ഭൂസ്വത്തും ഒക്കെയുള്ള വീട്ടിലെയാണെങ്കിലും നമുക്ക് അങ്ങനെ വീട്ടിലെ പണികളും എല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതൊരു വേറൊരവസ്ഥ, അത് പിന്നെ ഒരിക്കൽ പറയാം. പക്ഷേ പ്രായമായി കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടാത്ത സ്നേഹം എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പം ഞാൻ എന്നെ കാണിക്കും, എനിക്ക് ആ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പല ക്ഷീണങ്ങൾ അല്ലേ, നമ്മൾ ക്ഷീണങ്ങൾ ഇങ്ങനെ പറയും. എനിക്ക് തലവേദനയാണ്, എനിക്ക് അങ്ങനെ ക്ഷീണമാണ്, എനിക്ക് പനി വരാൻ പോകുന്ന പോലെ തോന്നുക. അങ്ങനെയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ 12 വർഷത്തെ പ്രണയമാണ്. എനിക്കപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ്റെ ജീവൻ എനിക്ക്. അപ്പം ഞാൻ എന്ത് കാണിക്കും, ഇതിങ്ങനെ എന്നെ കൂടുതൽ സ്നേഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ അസുഖങ്ങൾ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ സാരമില്ല, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ലീവ് എടുത്തിരിക്കും. അങ്ങനെയൊക്കെ കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ലല്ലോ. ലീവ് ഉള്ള സമയത്തൊക്കെ എടുക്കും, പറ്റും പോലെയൊക്കെ എടുക്കുന്നു. അങ്ങനെയായി പിന്നെ എനിക്കെല്ലാം ചെയ്തു തരാനൊക്കെ തുടങ്ങി. എല്ലാ കാര്യത്തിനും എന്നെ സഹായിക്കും കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ അടുക്കളപ്പണിക്കും ഒക്കെ സഹായിക്കും, എന്ത് കാര്യം വേണേലും. അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ തോന്നലാണ്. എനിക്ക് സ്നേഹം കിട്ടാൻ വേണ്ടി പിള്ളേർ സ്കൂളിൽ പോകാൻ മടി പറയും പോലെ, അല്ലെ പിള്ളേർ മാതാപിതാക്കൾ എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകുമ്പോൾ പിള്ളേർ വയറുവേദനയാണ്. എൻ്റെ മൂത്ത മോൻ അങ്ങനെ, അത് എൻ്റെ പാരമ്പര്യമായിരിക്കാം. അവനിങ്ങനെ ചേട്ടൻ കാസർഗോഡ് ഒക്കെ പോയി കഴിയുമ്പോഴത്തേനും, കാസർഗോഡല്ല ആലപ്പുഴയ്ക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പം അവനിങ്ങനെ കുറച്ച് ദിവസം ഗ്യാപ്പ് വരുമല്ലോ വരാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ അപ്പോൾ വയറുവേദനയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ പോവില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നു കഴിയുമ്പോൾ അവനൊരു കുഴപ്പമില്ലായിരുന്നു, ആ രീതി. അപ്പം ഇത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം ഞാൻ പതുക്കെ എനിക്ക് തന്നെ തോന്നി ഇത് കാണിക്കുന്നത് ശരിയല്ല എന്നിങ്ങനെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ അതിൽ നിന്ന് സ്വന്തം മനസ്സിനെ തന്നെ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്കിങ്ങനെ സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ, എന്നോട് സ്നേഹം കുറയോ എന്നിങ്ങനെ ഒരു ചിന്തയാണ്. ചേട്ടൻ ഇങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലി എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച ജോലി, ഒരു സമയമില്ലാത്ത ജോലിയാണ്. ഒന്നോർത്ത് നോക്കുക. അപ്പം ആ ഡ്യൂട്ടിക്കിടയിലൊന്നും എന്നെ വിളിക്കാൻ സമയം കിട്ടില്ല. പക്ഷെ ഞാൻ ഈ വീട്ടിൽ കുത്തിയിരിക്കുന്നതുകൊണ്ട് എൻ്റെ വിചാരം എന്താണ്, എന്നെ വിളിക്കണില്ല, എന്നോട് സ്നേഹം കുറയോ എന്നിങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പം ഞാൻ ഏത് സമയം, അന്നൊക്കെ നമുക്ക് അങ്ങനെയൊന്നും ഈ ഫോൺ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. ഒരു ലാൻഡ് ഫോണൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിലൊന്നും കാണില്ല, വേറൊരു വീട്ടിലൊക്കെ പോയി വിളിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളൊക്കെ ഇല്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോണൊക്കെ വന്നു തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഒരു സമയം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിങ്ങനെ മെഡിറ്റേഷനായും യോഗയായും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ കാണിക്കുന്ന വെറും പൊട്ടത്തരങ്ങളാണ്. ഇങ്ങനെ അവർക്ക് അവരുടേതായ തിരക്കുണ്ട്, അവരുടെ എല്ലാ കാര്യത്തിലും ഞാനിങ്ങനെ ഇടപെടുന്ന ശരിയാണോ എന്നിങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം അതെനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കിങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം, അതായത് ബ്രഹ്മകുമാരീസിൻ്റെ ആയി ഇവരുടെയൊക്കെ കുറേ ക്ലാസ്സുകൾ ഞാനിങ്ങനെ കേൾക്കാൻ തുടങ്ങി. എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള. പക്ഷെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അപ്പം കേൾക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ക്ലാസ് അങ്ങ് കഴിയുമ്പോൾ നമ്മളങ്ങ് വിട്ടുപോകുന്നു. എല്ലാവർക്കും ഇങ്ങനെ തന്നെയല്ലേ? നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ശരിയാ, എന്നെക്കുറിച്ച് പറയുന്ന പോലെ തോന്നുന്നുണ്ട്, ഇത് എന്നെ തന്നെയാണ് പറയുന്നത് എന്നൊക്കെ നമ്മളൊരു ചിന്തയുണ്ടാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളതങ്ങ് വിട്ടുപോകും. അത് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മളങ്ങ് ഡൗൺ ആയി പോകുന്ന അവസ്ഥയിലേക്ക് വരും ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇത് പോരാ, ഇതിൽ നിന്ന് മാറ്റം വരണം, എൻ്റെ മൈൻഡ് പവർ ഒന്ന് മാറ്റണം എന്നിങ്ങനെ ഞാൻ ചിന്തിച്ച് പിന്നെ മൈൻഡിലേക്ക് ഫുള്ള് പോസിറ്റീവ് നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായി. ഇതൊന്നും നടപടിയില്ല. ആദ്യകാലത്തൊന്നും ഒരു നടപടിയില്ലാത്ത എല്ലാം നെഗറ്റീവ് മാത്രം. അപ്പോഴത്തേനും ഒത്തിരി പ്രശ്നങ്ങൾ വരാം. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നമ്മളിലേക്ക് വരുന്ന മുഴുവൻ നെഗറ്റീവായിരിക്കും കേട്ടോ. പിന്നെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ നെഗറ്റീവുകൾ വാലയിൽ ഇങ്ങനെ വരാൻ തുടങ്ങി. മകൻ പൊള്ളലേറ്റു, എൻ്റെ മൂത്തയാൾ പാല് തിളച്ച് വീണ് പൊള്ളലേറ്റു. പിന്നെ ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മോനുണ്ട്, അതിനിങ്ങനെ കാൽസ്യം കുറവായിട്ടൊരു ഫിറ്റ്സ് പോലെ ഒരു അസ്വസ്ഥത വന്നു. കാൽസ്യത്തിൻ്റെ കുറവായിരുന്നു കണ്ടുപിടിച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ അത് നോർമലായിക്കോളൂ എന്ന് ഡോക്ടർ പറഞ്ഞു.
പിന്നെ എനിക്കറിയാമല്ല സാമ്പത്തിക ബാധ്യതകൾ വന്നു. ഞാൻ എന്തൊക്കെ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മാല പോലെ ഇങ്ങനെ ഒഴുകി 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 വരാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ നല്ല ലെവലിൽ ജീവിക്കേണ്ടവരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ജോലിയുണ്ട്, നല്ല അത്യാവശ്യം നല്ല എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ഒരു നെഗറ്റീവ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് എന്നിലേക്കുണ്ടായി. ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് കാണും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പം പിന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ കേട്ടാലും എനിക്കൊരു പോസിറ്റീവ് ആവണില്ല. അപ്പം ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഇതെങ്ങനെ കാണിച്ച് പോസിറ്റീവ് ആക്കും. നമ്മുടെ മുഖമെല്ലാം അങ്ങ് മാറി, നമ്മുടെ ഒത്തിരി മുടിയൊക്കെ ഉണ്ടായിരുന്നു, മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞു, മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ സ്കിന്നൊക്കെ ഉണ്ടല്ലോ അങ്ങ് ചീത്തയായി, മെലിഞ്ഞ് വല്ലാതെ അങ്ങ് മെലിഞ്ഞു. ആ അവസ്ഥ ഒരു ഫോട്ടോ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലയെന്ന് തോന്നുന്നു, ഞാൻ എടുത്തു വെച്ചിട്ടുമില്ല. അപ്പടി മെലിഞ്ഞ് വല്ലാതെ. അപ്പം ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ആകെ സങ്കടമായി തുടങ്ങി. പുള്ളിക്കും വിഷമം, ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ. പിന്നെ ഞാൻ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഷുഗറുണ്ട്. ഞാനൊരു പ്രാണി കടിച്ചു. അത് പ്രാണി കടിച്ചപ്പോൾ ആ മുറിവ് ഉണങ്ങാതെ വന്നപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അതിങ്ങനെ ഷുഗറായി. അത് പിന്നെ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പം പ്രഗ്നൻ്റ് ആയപ്പോൾ ഉണ്ടായ സംഭവം കേട്ടോ ഈ ഷുഗർ. അതിങ്ങനെ പിന്നെ കൂടി 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 പോവുക തന്നെ ചെയ്തു. പിന്നെ അതിന് സങ്കടമായി. അത് കഴിഞ്ഞപ്പോൾ പ്രഷറായി, കൊളസ്ട്രോളായി, എന്തൊക്കെയുണ്ടോ. നമ്മൾ പറയില്ലേ പണ്ടത്തെ റിച്ചായ മനുഷ്യർക്കുള്ള എല്ലാം ഉണ്ടെന്ന് പറയും. ഷുഗറിൻ്റെ ഫാക്ടറിയായി, കൊളസ്ട്രോളിൻ്റെ ഫാക്ടറിയായി, എല്ലാ ശരീരത്തെ കയറി പിടിച്ച് അങ്ങനെ നെഗറ്റീവിൻ്റെ കൂമ്പാരമായിട്ട് ഇങ്ങനെ ഇരുന്നു. ഞാൻ എന്നിട്ട് മെഡിറ്റേഷൻ, പിന്നെ വീണ്ടും ഞാൻ രാജയോഗ മെഡിറ്റേഷനും അതും ഒക്കെ ഞാൻ തന്നെത്താനെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ യോഗ ചെയ്തു, നടക്കാൻ പോകുന്നു. എന്നെ തന്നെ ഞാൻ മാറ്റാവുന്നതിൻ്റെ പരമാവധി. എപ്പോൾ ഇരുന്നാലും ഞാൻ പോസിറ്റീവ് മാത്രം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ലോക്ക്ഡൗൺ സമയം, അതിനൊക്കെ മുമ്പാട്ടോ, കുറേ നാൾ ഇതിനൊക്കെ മുമ്പ് ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാത്തിനെയും ഞാനതിന് പുറത്ത് കളഞ്ഞിട്ട് ഞാൻ പോസിറ്റീവ് നിറയ്ക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പോസിറ്റീവ് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. നെഗറ്റീവ് എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്തുണ്ടായത്, അല്ലെങ്കിൽ എന്നാ പറയണേ, എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നെഗറ്റീവുകളും ഞാൻ കളഞ്ഞ് ഇനി ഞാൻ പോസിറ്റീവ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഞാനിങ്ങനെ പോസിറ്റീവ് ചിന്തകളുമായിട്ടിരിക്കാൻ തുടങ്ങി. ആദ്യമൊന്നും എനിക്ക് ഒരു പോസിറ്റീവ് ചിന്തിച്ചതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് കയറി വരും. നെഗറ്റീവിൻ്റെ ചിന്തിച്ച് കഴിയുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ മണിക്കൂറുകളൊക്കെ ദിവസവും ഇരുന്നു. എനിക്കാണെങ്കിൽ ഒരു പണിയെടുക്കാനൊക്കെ മടി, എല്ലാം ഇങ്ങനെ ഇരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് സത്യം പറയട്ടെ, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി നിന്നിട്ട് എനിക്ക് പോസിറ്റീവ്, എന്നെക്കൊണ്ട് സാധിക്കും, നിനക്ക് പറ്റും, നിൻ്റെ മനസ്സിലുള്ള നെഗറ്റീവ് എല്ലാം നീ എടുത്ത് നീ ഇങ്ങനെ ചിന്തിക്കണ്ട, നീ ധാരാളം വെള്ളം കുടിക്കുക എന്നൊക്കെ ഞാൻ തന്നെ എന്നോട് തന്നെ പറയുക. ഞാൻ തന്നെ മാറിയൊരു വല്ലാത്ത കോലത്തിലായിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ പറയുകയാണ്, നിനക്ക് സാധിക്കുമെന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ പറഞ്ഞ് ശീലിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു മാസം കൊണ്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ചിന്തിക്കും. എപ്പോൾ അടുക്കളയിൽ പണിതാലും എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും, എൻ്റെ മടിയില്ല, എനിക്ക് മടി മാറി എന്നിങ്ങനെ ചിന്തിച്ച് ഞാനത് മാറ്റിയെടുത്ത വ്യക്തിയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കും പറ്റും അത്. ഞാൻ തീരെ ഡൗൺ ആയിപ്പോയ വ്യക്തിയാണ്. എനിക്ക് ഡിപ്രഷൻ അടിച്ചിട്ട് എനിക്കറിയില്ല, എന്നെ ഒന്നിനും കൊള്ളില്ലാത്ത വ്യക്തിയാക്കി മാറ്റിയ ആളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിനിക്സ് പക്ഷി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, അതുപോലെ ഉയർന്നു വന്ന, പക്ഷെ അങ്ങനെ ഒരു സങ്കല്പമാണ് കേട്ടോ പറയുന്നത്. അതും കൂടെ ഞാൻ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞാൽ, ഫിനിക്സ് പക്ഷി എന്ന് പറയുന്ന അവരെങ്ങാണ്ട് ഒരു രാജ്യത്തിലെ അവർ സങ്കല്പത്തിൽ വെച്ചേക്കുന്നതാണ് ഒരു പക്ഷി. അങ്ങനെ ഒരു പക്ഷിയുള്ളതായിട്ടൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അത് ഞാൻ കേട്ടത് മുതുകാട് സാറിൻ്റെ ഒരു ക്ലാസ്സിലാട്ടോ. സാറിങ്ങനെ പറയുന്നുണ്ട്. അതെന്തുവാട്ടെ പോട്ടെ. അപ്പം അങ്ങനെ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി. നെഗറ്റീവ് എൻ്റെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള
പിന്നെ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഹസ്ബൻഡിനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും എൻ്റെ പൂർണ്ണ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെലിയാൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയ നല്ല വണ്ണത്തിലിരുന്ന പിന്നെ മെലിയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ യോഗയും പിന്നെ ഫുഡിലൊക്കെ ഭയങ്കര കൺട്രോൾ, അതൊക്കെയാട്ടോ. തേനൊക്കെ കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ് നല്ല വണ്ണമുണ്ട്. മുഖ്യമന്ത്രിയുടെ മെഡലൊക്കെ മേടിച്ച ആളാണ്. അമ്മൊക്കെ ഭയങ്കര വണ്ണത്തിലിരിക്കുക. അങ്ങനെ അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഇനി നെഗറ്റീവ് ഒന്നും എൻ്റെ മനസ്സിലേക്ക് വരുത്തരുത് എന്നൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു. അങ്ങനെ ഒരു പോസിറ്റീവിലേക്ക് വന്ന് പിന്നെ ഞാൻ അത്യാവശ്യം പറമ്പിലൊക്കെ പണിയാൻ തുടങ്ങി, കൃഷി ചെയ്യാൻ തുടങ്ങി. കുളം കുത്തി, ഞങ്ങളെല്ലാം കൂടെ കൂടി മീൻകുളം കുത്തി. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എന്നിലുണ്ട് നെഗറ്റീവ്. നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാത്ത ഒരവസ്ഥ വന്നു. അതങ്ങനെ മാറി. ആ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സാമ്പത്തികമായിട്ടും തകർന്നു പോയി, ആരോഗ്യപരമായിട്ടും തകർന്നു പോയി. കുടുംബത്തിലാണെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥ വന്നു. മക്കളോട് എപ്പോഴും ദേഷ്യം, ഇങ്ങനെയെല്ലാം എനിക്ക് വന്ന ഒരു വ്യക്തിയാട്ടോ ഞാൻ. അപ്പം നമ്മളെപ്പോഴാണോ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ട്, നമ്മൾ ഒരാളെക്കുറിച്ചും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അതേപോലെ നമ്മളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട. ഓരോരുത്തർക്കും അവർക്കുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടേക്കുക. അവരങ്ങനെ നമ്മളെപ്പോഴും അവരിങ്ങനെ നമ്മളെ ചിന്തിക്കണില്ല, നമ്മളെ ഓർക്കണില്ല, നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. വെറും പൊട്ടബോധം. അവർക്ക് ഈ സമയം നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചെടുത്താൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകളെ നമ്മൾ എടുത്തു കളഞ്ഞിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്തോടെ നടക്കാൻ ശ്രമിക്കുക. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നടന്നു നോക്കി. കുറച്ച് ആദ്യം നമ്മൾ ഓർക്കും ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് മാറ്റം ഉണ്ടാകും. പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം കേട്ടോ. നമ്മൾ ചിന്തകൾ മാറണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ശരീരത്തിൽ ഒന്ന് വിയർക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഹോർമോണൊക്കെ ഉണ്ടാകും. പിന്നെ ഏത് സമയം വീട്ടിൽ തന്നെ ഇരിക്കാതിരിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി കൂട്ടൊക്കെ കൂടുക. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു പാലം പണിതേക്കുക, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോവുക. അല്ലാണ്ട് ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കാതിരിക്കുക. നമ്മൾ പാലം ഉണ്ടാക്കിയിട്ട് ആ പാലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ശ്രമിക്കുന്നത് പോലെ അടുത്തുള്ളവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും പോകാനോ, ചുമ്മാ ഒന്ന് ടൗണിനൊക്കെ പോകാനോ, അടുത്തുള്ള കടകളിലേക്ക് പോയി ഒന്നും സാധനമൊന്നും മേടിക്കണ്ടെന്ന്, ചുമ്മാ ഒന്ന് കറങ്ങിയടിച്ച് നടന്നു വന്നാലും മതി. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളിലുള്ള മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടാവും കേട്ടോ. നമ്മൾ കുത്തിപ്പിടിച്ച് വീട്ടിൽ ഇരുന്ന് ചിന്തിച്ച് കൂട്ടിച്ചെകുത്താൻ്റെ തറവാട് വീടാക്കി വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക. അത് ചിന്തകളാണ് നമ്മളെ ഈ ഭൂതം, ഭാവി, വർത്തമാനം, നെഗറ്റീവ് എല്ലാം കൊണ്ട് എത്തിക്കുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞു പോയ പാസ്റ്റ് ഓർത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചിന്തിച്ച പിന്നെ അതാട്ടോ, ഒരു കാര്യമില്ല. വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ ഓർത്തിട്ട് കാര്യമുണ്ടോ? നാളെ നമുക്കുണ്ടോ എന്ന് നമുക്കറിയാവോ? അപ്പോൾ പിന്നെ അതിന് ചിന്തിച്ചിട്ടും കാര്യമില്ല. ഈ നിമിഷം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക. ഈ നിമിഷം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു പാഠം എന്നാണെന്നറിയോ? സന്തോഷത്തോടെ ഇരിക്കുക. എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു മന്ത്രമായിട്ട് നമ്മൾ എടുക്കുക. ഈ മന്ത്രം നിങ്ങൾ എപ്പോഴും ചൊല്ലിക്കുക. എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് സാധിക്കും, ഞാനത് ചെയ്യും എന്ന്. അല്ലാണ്ട് അതിന് വേറെ ഒരു മോട്ടിവേഷൻ്റെ ആവശ്യമൊന്നുമില്ലെന്നേ. ഞാൻ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ് കേട്ട്, ഞാനീ പറയണ മോട്ടിവേഷൻ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഓരോ അനുഭവത്തിൽ നിന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. മോട്ടിവേഷൻ പറയാനുള്ളതൊന്നും യോഗ്യതയൊന്നും എനിക്കില്ല. ഞാനൊരു വീട്ടമ്മ, അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ചിലതിനകത്ത് ഇടും. എങ്കിലും അങ്ങനെ ഒത്തിരി പേര് പറയണ കേട്ടും എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റണോ, നമ്മളെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് സാധിക്കും, നിനക്കൊരു കുഴപ്പമില്ല, നിനക്കൊരു അസുഖമില്ല. ഇന്നിപ്പം ഞാൻ ഡയബറ്റിക്സ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്കില്ല. ഞാൻ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് അമിതമായിട്ട് ഞാൻ കഴിക്കില്ല. എങ്കിലും ഞാൻ ആവശ്യത്തിന് എനിക്കുള്ളത് എല്ലാ ഭക്ഷണം, മധുരമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്, അല്ലാണ്ട് വലിയ വിശിഷ്ട ഭക്ഷണങ്ങളൊന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള സാധാ ഫുഡുകളെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. ചോറൊന്നും അധികം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തു. പിന്നെ കൊളസ്ട്രോളുള്ള സമയത്ത് മുട്ടയൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു, എണ്ണ കുറയ്ക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേർക്കും എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു. പിന്നെ ഞാൻ എന്നാന്ന് വെച്ചാൽ പിന്നെ പ്രഷറിന് ഉപ്പ് പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതെല്ലാം നമ്മുടെ ഒരു സമയത്തേ ഉള്ളൂ കേട്ടോ.
ഏത് അസുഖമാണെങ്കിലും നമ്മുടെ ഒരു സമയത്തേ ഉള്ളൂ. ഈ പ്രഷർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും എന്നും നിങ്ങൾ മരുന്ന് കഴിക്കാനൊന്നും പോകണ്ട. ചില സമയം നമുക്കിത് കൂടിയിരിക്കും, ചില സമയം നമ്മൾ അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉണ്ട്, നമ്മുടെ ടെൻഷൻ്റെ ഉണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ദിവസവും ഓരോ അവസ്ഥയായിരിക്കും ശരീരത്തിനല്ലേ. അപ്പം അതിനൊന്നും മരുന്ന് കഴിക്കാൻ തുടങ്ങാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഷുഗറിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 25 വർഷം ആകാറായി. പക്ഷേ ഞാൻ എന്നും ഒരു ഗുളിക കഴിക്കുന്നുണ്ട് ഇപ്പോൾ. ഇടയ്ക്ക് ഞാൻ ഇൻസുലിൻ 2 നേരം 3 നേരം എടുത്ത വ്യക്തിയാണ്. ആ അവസ്ഥയിൽ നിന്നാണ് ഒരു ഗുളികയിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് സാധിക്കും എല്ലാം. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് നാളായി ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് ഇല്ലയെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ഷുഗർ ഉള്ളപ്പോൾ എനിക്ക് കണ്ടറിയാം തന്നെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അതിന് നമ്മൾ എക്സസൈസ് ചെയ്യണം, അല്ലാണ്ട് ചുമ്മാ ഇരിക്കരുത്. ഷുഗർ ഉണ്ടെന്നും പറഞ്ഞാൽ പിന്നെ ഉള്ള ചോറെല്ലാം വലിച്ച് ഈ ചോറ് ഒത്തിരി കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഷുഗർ കൂടും. ആവശ്യത്തിന് ഒരു ശകലമൊക്കെ എടുത്ത് കഴിക്കാം, കാരണം നമ്മൾ നാട്ടിലെ ഫുഡ് അതാണല്ലോ. അതുകൊണ്ട് ഒത്തിരി ആകാതിരുന്നാൽ മതി. പിന്നെ എല്ലാ പഴങ്ങളും കഴിക്കുക, ആവശ്യമുള്ള എല്ലാ പഴങ്ങളും കഴിക്കാം. മധുരമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന പഞ്ചസാര പോലുള്ള സാധനങ്ങൾ ഇച്ചിരി കുറച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് വല്ലപ്പോഴും ഒന്ന് ഐസ്ക്രീം കഴിച്ചു നിർത്തുന്നു, അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഷുഗർ 450 ഒക്കെ ഷുഗറുള്ള വ്യക്തിയായിരുന്നു. ഞാനാണ് ഈ നിന്ന് പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുത്താൽ മാത്രം മതി, നമുക്ക് സാധിക്കും. ഈ യൂട്യൂബ് ചാനൽ പോലും എൻ്റെ ആ പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് സാധിക്കും, എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നൽ. ആദ്യമൊക്കെ ഞാൻ ഓർത്തു ആരുമില്ല. ഇപ്പോഴാണേലും വലിയ ആൾക്കാരൊന്നും കാണുന്ന ചാനലൊന്നും അല്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഓർക്കും ആരും കാണുന്നില്ലല്ലോ എന്നോർത്ത് ഞാനത് തുടർച്ചയായിട്ട് ഇടാം, വീഡിയോ ഇടാം, ഞാനങ്ങ് ഇട്ടുകൊണ്ടിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിന് ഞാൻ എന്തെങ്കിലും ഒരു കാലത്ത് യൂട്യൂബ് നല്ല നിലയിലെത്തും, എന്തെങ്കിലും എനിക്കൊരു വരുമാനം കിട്ടുമായിരിക്കും. കിട്ടിയാൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുകയും സന്തോഷമല്ലേ. എൻ്റെ വരുമാനം ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ ചിന്തിച്ചത്. എനിക്ക് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഒരു പൈസ എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെയാണ് യൂട്യൂബും എന്നെ സംബന്ധിച്ച്. ഞാനിതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് പിന്നെ കുറേ സഹോദരങ്ങളെ കിട്ടിയില്ലേ. എന്തോരം പേര് എന്നെ അന്വേഷിക്കുന്ന, പേര് പറഞ്ഞാൽ തീരില്ല എങ്കിലും കുറേ പേര്. പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ, കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പഴയ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കുന്നത് ശരിയല്ല അല്ലേ. നമ്മൾ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ, അങ്ങനെ നിർബന്ധിക്കുന്ന ഞാൻ അങ്ങനെ പറയാറുമില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞു വന്നപ്പോൾ കൂടുതൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനിപ്പോഴും നിങ്ങളോട് പറയാനുള്ള ഒരു മന്ത്രമാണ്, എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് സന്തോഷവതിയായിട്ടിരിക്കണം, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് വരുന്ന മാറ്റം ഉണ്ടല്ലോ, നമ്മുടെ മുഖത്ത് നമുക്ക് കണ്ടറിയാം കേട്ടോ. നമ്മളോർക്കില്ലേ, നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ, ഡള്ളായിട്ട് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ഇങ്ങനെയുള്ള ചിന്തയോട് കൂടിയിരുന്നാൽ നമ്മുടെ മുഖവും മാറി എപ്പോഴും സങ്കടമായിട്ടിരിക്കും. ആ സമയത്ത് എന്നെക്കൊണ്ട് കൊള്ളും, എനിക്ക് സാധിക്കും. നമുക്ക് വലിയ മല്ലമ്പണിക്കൊന്നും പോകണ്ടെന്നേ. മല്ലമ്പണിക്ക് പോകണ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ വീട്ടിലെ പണി ചെയ്യാൻ പറ്റൂ, അത് മതി. ഉള്ള കഞ്ഞിയും പയറും കൂട്ടി ചോറിനാൻ പറ്റുമോ, അത് മതി. അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ മതി. ഇനി കടബാധ്യതയാണോ, അത് വരും, അത് ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞു വന്നതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടാണ് ഞാനിങ്ങനെ സന്തോഷവതിയായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സാധിക്കും, എനിക്ക് ഉറപ്പായ കാര്യമാണ്. എല്ലാവർക്കും, നമ്മൾ അത് മാത്രം ഓർത്തുകൊണ്ടിരിക്കുക, നമുക്ക് അത് വീട്ടാൻ പറ്റും. നമ്മൾ തിന്നാൻ പറ്റുമോ ബാങ്കുകാർക്ക്, അല്ലെങ്കിൽ നമ്മളോട് പണം മേടിച്ചവർക്ക്, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ളവർക്ക്? ഇതൊന്നുമില്ലാന്നേ. നമുക്ക് സന്തോഷത്തോടെ ഇരിക്കുക, അത്രമാത്രം. നമുക്ക് സാധിക്കും, സാധിക്കാത്തൊന്നുമില്ല. നിരാശപ്പെട്ടു പോകാതിരുന്നാൽ മാത്രമേ. നിരാശ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടാവും. അപ്പോൾ നിരാശ ഉണ്ടാവരുത്, സന്തോഷമായിട്ടിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സൊക്കെ കിട്ടും. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വാഴപ്പഴം ആണെങ്കിൽ എന്താണെങ്കിലും കിട്ടി നമ്മുടെ വീട്ടിലുള്ളത് കഴിക്കുക. പിന്നെ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. എനിക്ക് സാധിക്കും, എനിക്ക് സാധിക്കും എന്ന് നമ്മളെ കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് നമ്മൾ പറയുക. ഇതാണ് ഈ മന്ത്രം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു.